കൊച്ചിയിലേക്ക് പോവുകയാണ്. അവിടെ ലാൽകൃഷ്ണൻ തയ്യാറാണ്. ലാൽ, എളമക്കരയിൽ മരിച്ച 6 വയസ്സുകാരി, അച്ഛനും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ 6 വയസ്സുകാരി പീഡനത്തിനിരയായി എന്ന ഞെട്ടിക്കുന്ന വിവരം ഇന്നലെയാണ് നമ്മൾ അറിഞ്ഞത്. ഇതിൽ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഇതോടൊപ്പം ഏത് രീതിയിൽ ആണ് തെക്കൻ മധ്യ കേരളത്തിൽ നമ്മൾ ഇന്ന് വാർത്തകൾ പ്രതീക്ഷിക്കേണ്ടത്? ജില്ലാ മധ്യ കേരളത്തിൽ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എളമക്കരയിലുള്ള 6 വയസ്സുകാരുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് സംസ്ഥാനം ഒട്ടാകെ ആ വാർത്ത കൈകാര്യം ചെയ്തിരുന്നത് എന്ന് തന്നെ പറയാം. പക്ഷേ ഈ കുട്ടി മരിച്ചതിന് തൊട്ട് പിന്നാലെ കുട്ടിയുടെ പിതാവ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ സംഭവത്തിൽ ദുരൂഹത ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം. ദുരൂഹത നീക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അന്വേഷണത്തിന് ശാസ്ത്രീയ തെളിവുകളുടെ പരിശോധന നടത്താം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. CCTV, മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിനാണ് പോലീസ് വലിയ പ്രാധാന്യം നൽകുന്നത്. പെൺകുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്ത് അവരുടെ മൊഴിയെടുത്തെങ്കിലും അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു കാര്യങ്ങളും കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അമ്മ രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നതാണ്. കുട്ടിയും അച്ഛനുമാണ് ഏറെ സമയം വീട്ടിലുണ്ടാകാറുള്ളത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് പ്രധാന തടസ്സം എന്ന് പറയുന്നത് ഇരുവരും മരണപ്പെട്ടതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അത്തരം തെളിവുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന് പ്രാധാന്യം നൽകാൻ തന്നെയാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മധ്യകേരളത്തിൽ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇന്ന് ശിവരാത്രിയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ബലിയിടാൻ വേണ്ടി എത്തുന്നത് ആലുവ മണപ്പുറത്താണ്. അതിനുവേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹമാണ്. 1200ഓളം പോലീസ് സന്നാഹങ്ങളും പ്രത്യേക വാഹനങ്ങളും പാസുകളും അടക്കം സജ്ജീകരിച്ചുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇത് മാത്രമല്ല 100-ലേറെ ബലിത്തറകളും തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് പ്രത്യേക പരിപാടികളായിട്ട് തന്നെയാണ് പോകുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചുകൊണ്ടാണ്. അതിനകത്ത് പ്രധാനം കോട്ടയം കേന്ദ്രീകരിച്ചുകൊണ്ട്, പാല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. ജോസ് കെ മാണിയും റോഷി ഓസ്റ്റിനും നിലപാടുകളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഇരുവരും ഇന്ന് ഒരുമിച്ച് കോട്ടയത്തുള്ള ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിനകത്ത് ഉണ്ടായിരിക്കുന്ന പടലപ്പിണക്കങ്ങൾ, മുറുമുറുപ്പുകൾ എന്നിവയെല്ലാം ഇരുവരും ചേർന്ന് രമ്യമായി പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് കൂടുതൽ കടക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നേതൃത്വത്തിനെ കുറിച്ച് ഉള്ള പരാതി പ്രവർത്തകർക്കിടയിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ പ്രവർത്തകരെ അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. ശരി, ലാൽകൃഷ്ണനാണ് മധ്യ കേരളത്തിലെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.